ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടിട്ടുള്ള മൂവി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കിഡിലെന്ന് വെച്ചാൽ ഒരു കിഡിലെ മൂവിയാണ്. അതായത് നമുക്ക് ഓരോ നിമിഷവും നമ്മളെ ഇരുത്തി പോകുന്ന ഒരു അടിപൊളി മൂവി. നിങ്ങൾക്കിതിൽ ബോറടിക്കത്തില്ല, അത് ഷുവറാണ്. അപ്പോൾ എന്താ ചെയ്യുക, മസ്റ്റായിട്ട് മൂവി ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾ ഞാൻ വെറുതെ ബോറടിപ്പിക്കുന്നില്ല, അപ്പോൾ നമുക്ക് നേരെ മൂവിയിലോട്ട് പോകാം. അപ്പോൾ ഈ മൂവിയുടെ തുടക്കത്തിന് നമ്മൾ കാണിക്കുന്നത് ഒരു വലിയൊരു കാടും അതുപോലെ തന്നെ ഒരു മലയും ഇതൊക്കെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ സിനിമയിലെ എന്താ പറയുക, ഹീറോയിനെ കാണിക്കുന്നുണ്ട്. ഹീറോയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ബെഡിൽ തൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഹീറോയിന് മാത്രം ഇങ്ങനെ ഉറക്കം വരുന്നില്ല, ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ ഹീറോയിൻ ഇങ്ങനെ അപ്പുറത്തോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ബോട്ട് ഇരിക്കുന്നുണ്ട്. ഒരു ബോട്ടിൻ്റെ ഒരു കളിപ്പാട്ടം പോലത്തെ ഒരു ബോട്ട്. അത് കാണുമ്പോൾ തന്നെ എന്താണെന്ന് അറിയത്തില്ല, അതും എടുത്ത് ചാവും എടുത്ത് അവൾ അവിടെ നിന്ന് പോവുകയാണ്. പോണ നേരത്ത് ഫോൺ മറന്നു വയ്ക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, നമുക്കിപ്പോൾ അറിയത്തില്ല. അങ്ങനെ അവൾ എന്താ പറയുക, കാറും എടുത്തിട്ട് ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനെ പെറ്റി നിൽക്കുന്നത് ഒരു പാർക്ക് പോലത്തെ ഒരു സ്ഥലത്താണ്. അതായത് ഇങ്ങനെ കാടും മലകളൊക്കെ ഉള്ളൊരു സ്ഥലം. അവിടെ വന്നതിന് ശേഷം അവിടെ കുറേ പാറക്കെട്ടുകളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കയറി ഇവൾ ഏറ്റവും ടോപ്പിലോട്ട് എത്തുന്നുണ്ട്. എന്നിട്ട് ഇവൾ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ഒരു ഉണങ്ങിയൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ അടുത്തൊരു പയ്യൻ്റെ ഫോട്ടോ ഉണ്ട്. ഈ പയ്യൻ ആരാണെന്ന് നോക്കുമ്പോൾ ഇത് ഇവരുടെ മകനായിരുന്നു. അതായത് ഇവളുടെയും അവളുടെ ഹസ്ബൻഡിൻ്റെ മകനായിരുന്നു. അത് മരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ആ മരത്തിൻ്റെ അവിടെ ഇവളുടെ ഹസ്ബൻഡിൻ്റെ പേര്, ആ ചെക്കൻ്റെ പേര്, അതുപോലെ തന്നെ ഇവളുടെ പേരും ലെറ്റർ ഇങ്ങനെയുണ്ട്. അതൊന്നും കൂടി അവളിങ്ങനെ എന്താ പറയുക, അവിടെ കത്തി കൊണ്ട് മൂർച്ചയാക്കിയിട്ട് എന്താ പറയുക, അവൾ ആ ബോട്ടും അവിടെ വെച്ചിട്ട് ഇപ്പം സത്യം പറയാലോ, ഇവളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും ടോപ്പിലാണ്. ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ എന്തായാലും മരിക്കും. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഇവൾ ശരിക്കും ഇവിടെ സൂസൈഡ് ചെയ്യാനാണ് വന്നത്. അതായത് അവളുടെ മകനില്ലാത്ത ലോകത്ത് അവൾക്കും ജീവിക്കേണ്ട എന്നുള്ള രീതിയിൽ സൂസൈഡ് ചെയ്യാനാണ് അവളിപ്പോൾ ഇവിടോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഇപ്പം ചാടും എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇവിടുന്ന് വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ എന്നെല്ലാം പറയും. എന്നിട്ട് പറയും, സോറി, ഞാൻ ഇങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്, അതുകൊണ്ട് സംസാരിച്ചതാണ്. പിന്നെ അവിടെ ഇരിക്കുന്ന ആ കുട്ടിയുടെ ഫോട്ടോ അതാരാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്ന കുട്ടിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവൾ പറയും, അതൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ ഇവനാണെങ്കിലും പറയും, ഓക്കെ, ഞാൻ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, എൻ്റെ പേര് റിച്ചാർഡ് എന്നാണ്, താങ്കളുടെ പേരെന്താണെന്ന് ചോദിക്കും. അപ്പോഴും ഇവളൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇവൻ പറയും, അതോ നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെന്ത് എപ്പോഴും ആ കുഴിയിലോട്ട് തന്നെ നോക്കി നിൽക്കുന്നത്, എൻ്റെ പേര് റിച്ചാർഡ്, നിങ്ങളെ പേരെന്താണെന്ന് ചോദിക്കും. അപ്പോഴും ഇവൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇവൻ പറയും, എന്താ പറയുക, എനിക്ക് മനസ്സിലായി, നിങ്ങളിപ്പോൾ അവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലായി, ഞാനും അതിന് തന്നെയാണ് വന്നത്. പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നതെന്നും എനിക്കറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ സൂസൈഡ് ഒന്നിനും ഒരു പരിഹാരമല്ല. എല്ലാവരുടെ ജീവിതത്തിലും ഓരോ പ്രശ്നങ്ങളുണ്ട്, എനിക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് അതിൽ നിന്ന് പിന്മാറുക. നമുക്ക് എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കുമെന്നെല്ലാം ഇവനിങ്ങനെ ഇവളോട് ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, അല്ല, എന്നെ ആർക്കും തടുക്കാൻ പറ്റത്തില്ല, ഞാൻ എന്തായാലും മരിക്കും എന്ന് പറയും. അപ്പോൾ നമ്മുടെ റിച്ചാർഡ് പറയും, എന്നാൽ എൻ്റെ സ്റ്റോറി പറയാം. അതായത് എനിക്കൊരു ഗേൾ ഫ്രണ്ട് ആയിരുന്നു. എൻ്റെ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കാറിൽ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഒരു കോൺക്രീറ്റ് ഭിത്തിയിൽ ഇടിച്ചിട്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. എൻ്റെ കൺമുമ്പിൽ അവളൊരു മരിക്കുന്ന അവസ്ഥയിലാണ് കിടന്നത്. അങ്ങനെ കുറേ കാലം അവൾ കോമയിൽ കിടന്നു. അങ്ങനെ അവൾ മരിച്ചു എന്നെല്ലാം പറയും. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹീറോയിന് ചെറിയൊരു സിമ്പതി തോന്നിയിട്ട് റിച്ചാർഡിനോട് സ്റ്റോറി എല്ലാം പറയും. കാരണം അവൻ്റെ സ്റ്റോറി എന്തായാലും ഇവളോട് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇവളും അവളുടെ സ്റ്റോറി പറയാണ്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്താ പറയുക, ഇവളുടെ ഭർത്താവും ഇവളുടെ മകനും കൂടിയിട്ട് ഇവിടോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇവിടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. തൻ്റെ ഭർത്താവ് എന്താ പറയുക, ആ മരത്തുമ്മേ ഇവരുടെ ആ ലെറ്റേഴ്സ് ഉണ്ടല്ലോ, ആദ്യത്തെ നെയിമിൻ്റെ ലെറ്റേഴ്സ്, അതെഴുതുന്ന തിരക്കിലായിരുന്നു. ഇവളും എന്തോ ഒരു തിരക്കിൽ അങ്ങോട്ട് മാറിപ്പോയി. ആ സമയത്ത് ഇവരുടെ മകൻ ഈ കുഴിയിലോട്ട് വീണിട്ട് മരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇവൻ മരിക്കാൻ താനും കൂടി ഒരു കാരണക്കാരനാണല്ലോ എന്നുള്ള ഒരു കുറ്റബോധത്തിലാണ് ഇവളിവിടെ മരിക്കാൻ വേണ്ടിയിട്ട് വന്നുള്ളതെല്ലാം റിച്ചാർഡിനോട് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മൾ റിച്ചാർഡ് പറയും, തൻ്റെ മകൻ മരിക്കാൻ കാരണം ഒരിക്കലും നീയല്ല. നീ വിശ്വസിക്കുന്നുണ്ടോ നിൻ്റെ മകന് ഇത് ഇഷ്ടപ്പെടുന്നത്? അതായത് നീ ഇവിടുന്ന് ചാടിച്ചാൽ നിൻ്റെ മകൻ ഇഷ്ടപ്പെടുന്നത് നീ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞിട്ട് ഇവൻ, നിനക്ക് ഇഷ്ടമുള്ളത് എന്താ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഇവൻ താഴത്തോട്ട് പോവാണ്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ പേര് ഐറിസ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഇവളും ഇവൻ്റെ കൂടെ തന്നെ അടിയിലോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരിങ്ങനെ എന്തൊക്കെ സംസാരിച്ച് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റിച്ചാർഡ് ചോദിക്കുന്നുണ്ട്, അല്ല, ഞാൻ പറഞ്ഞത് കൊണ്ടാണോ നീ അടിയിലോട്ട് ഇറങ്ങി വന്നത് മരിക്കാതെ എന്ന് പറയുമ്പോൾ, അതൊന്നും എനിക്കറിയത്തില്ല, എന്നാലും എന്തോ ചിലപ്പോൾ അതായിരിക്കാം എന്നെല്ലാം ഇവൾ പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ എന്താ പറയുക, കാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അതായത് കാറിലോട്ട് പോവുകയാണ് ഇവൾ. കാറിലോട്ട് പോകുമ്പോൾ ഇവളുടെ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. അതായത് റിച്ചാർഡിൻ്റെ കാറ് തൊട്ടപ്പുറത്ത് തന്നെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവളുടെ കാറിൻ്റെ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതെല്ലാം അവനോട് പറയുന്നുണ്ട്, ഈ കാറിൻ്റെ ഡോർ തുറക്കാൻ പറ്റുന്നില്ല പറയുമ്പോൾ അവൻ പറയും,
ഓ അതെയോ ഒന്ന് ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവനൊരു കുടയും എടുത്തിട്ട് എന്താ പറയുക പുറത്തോട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ ചോദിക്കുന്നുണ്ട് എന്താ ആരെയും വെയിറ്റ് ചെയ്യുകയാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഏയ് അല്ല ഞാൻ എന്താ വരുന്നു എന്ന് പറയും. അപ്പോൾ തന്നെ ഇവളും പറയും കുഴപ്പമില്ല ഞാൻ അപ്പുറത്ത് കൂടെ കയറിക്കോളാം എന്ന് പറയും. പക്ഷേ നമ്മളെ റിച്ചാർഡ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട എടുത്തിട്ട് ഇവളുടെ മേത്തേക്ക് ഒറ്റ കുത്ത കൊടുക്കും. അതായത് ആ കുടയിൽ എന്തോ ഒരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന സംഭവമുണ്ട്. അത് അടിക്കുന്നതും അപ്പം തന്നെ ഇവളുടെ ബോധം പോയി കിടക്കുകയാണ്. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവൻ്റെ കാറിൽ ഇവൾ ബോധം കെട്ട് കിടക്കുന്നതാണ്. ഇവിടെയാണ് ഒരു കിടിലൻ ട്വിസ്റ്റ്. വേറെ ഒന്നുമല്ല, ഇവനൊരു അടിപൊളി സൈക്കോ കില്ലറാണ്, ഒരു സീരിയൽ കില്ലറാണ്. ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. ഇവനെ നമ്മളെ ഹീറോയിനെ ആണെങ്കിലോ ഒരു ടൈറ്റായിട്ടൊരു കേബിളായിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. അതായത് കൈയും കാലൊക്കെ ഒരു ടൈറ്റായിട്ടൊരു കേബിളായിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇവളാണെങ്കിൽ ഇവളുടെ കയ്യിലുള്ള ഒരു ഐ വാച്ച് ഉണ്ട്. അപ്പോൾ ഐ വാച്ചിൽ എമർജൻസി കോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ കോൾ പോകുന്നില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ സൈക്കോ പറയുന്നുണ്ട് ഇത് തന്നെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ റെഡ് കളറാണ് ആ വാച്ചിൽ കത്തുന്നത്, അതിനർത്ഥം ആ വാച്ച് ഫോണായിട്ട് കണക്റ്റഡ് അല്ല, അതുകൊണ്ട് അതിൽ കോൾ ചെയ്യാൻ പറ്റത്തില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് പറയും. അപ്പോൾ ഇവൾ പറയും എനിക്കൊരു ഭർത്താവുണ്ട്, എന്തായാലും എന്നെ കാണാതായാൽ പോലീസിനെ വിളിച്ച് ഇവിടെ വരുമെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും ആ വരട്ടെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയും. അപ്പോൾ ഇവളാണെങ്കിലും പറയും എന്നെ വിട്, എനിക്കൊരു ഭർത്താവുണ്ട്, എനിക്ക് എന്നെ വിട് എന്നൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഇവൻ പറയും ഇത് തന്നെയാണല്ലോ എല്ലാവരും പറയുന്നത്, എനിക്ക് കുട്ടികളുണ്ട്, ഫാമിലി ഉണ്ട്, ഈ സത്യം പറയാമല്ലോ ഇത് കേട്ട് കേട്ട് എനിക്ക് എന്നെ മടുത്തു എന്ന് ഇവൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവൻ തട്ടിക്കൊണ്ടുവന്ന ആദ്യത്തെ പെണ്ണല്ല ഇവൾ എന്നുള്ളത്. അപ്പോൾ തന്നെ നമ്മുടെ സൈക്കോ കില്ലർ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ കൊടുക്കുന്ന ആ ബോട്ടുണ്ടല്ലോ, ഒരു ബോട്ട് പോലത്തെ കളിപ്പാട്ടം, അതെടുത്തിട്ട് അവളുടെ എടുത്തിട്ട് വെച്ചിട്ട് പറയും നീ ഇത് എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇവളാണെങ്കിൽ അപ്പോഴാണ് ഒരു കാര്യം ആലോചിക്കുന്നത്. അതായത് ഇവളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ട്, അതായത് നേരത്തെ ആ മരത്തം അങ്ങനെ വരയ്ക്കാൻ കൊടുക്കുന്ന കത്തി ഉണ്ടല്ലോ അതുണ്ട് ഇവളുടെ കയ്യിൽ, അതായിട്ട് ഇങ്ങനെ മുറിക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ്റെ ശ്രദ്ധ തെറ്റിക്കാനായിട്ട് ഇവനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിൻ്റെ ഗേൾ ഫ്രണ്ടിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് എന്നോട് പറയാൻ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ പറയും ആദ്യം നീ നിൻ്റെ മകനെ പറ്റി പറയാം, നിൻ്റെ മകൻ്റെ പേരെന്താ എന്ന് പറയുമ്പോൾ വരും മാത്യു എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവൾ പറയും നിൻ്റെ ഗേൾ ഫ്രണ്ട് സുന്ദരിയായിരുന്നു എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ പറയും എനിക്കറിയാം നീ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, എന്തായാലും നിൻ്റെ പ്ലാനൊന്നും നടക്കത്തില്ല, ആ രീതിയിലാണ് നീ രക്ഷപ്പെടാൻ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല, മര്യാദയ്ക്ക് അവിടെ അടങ്ങിയിരുന്നോ എന്ന് ഇവൻ പറയും. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും അല്ല റിച്ചാർഡ് നീ ആ മലയുടെ മേലെ നിൽക്കുമ്പോൾ നല്ലവനായിട്ടല്ല സംസാരിച്ചത്, എന്നെല്ലാം ഇപ്പം എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ റിച്ചാർഡ് പറയും അത് ശരി, അങ്ങനെ നല്ലവനായിട്ട് സംസാരിച്ചാൽ നല്ലവനാവൂ അങ്ങനെയൊക്കെ പറയും. ഞാൻ പറഞ്ഞു നിന്നോട് എൻ്റെ ഒപ്പം വരാൻ, നീയല്ലേ വന്നത് എന്നെല്ലാം ഇവനും പറയും. അപ്പോൾ ഇവളാണെങ്കിലും പറയും ശരി നീ എന്താണ് എന്നെ ചെയ്യാൻ പോകുന്നത് അതേലൊന്ന് പറയാമെന്ന് പറയുമ്പോൾ ഇവൻ പറയും എൻ്റെ ഒരു ഗോഡൗണുണ്ട് അവിടോട്ടാണ് നിന്നെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് തീരുമ്പോഴോട്ടേക്കും ഇവൾ ആ സംഭവം മുറിക്കും, അതായത് ആ കേബിൾ മുറിച്ച് ഇവൻ്റെ കഴുത്തിൽ കൊട്ട് തന്നെ വയ്ക്കും. പക്ഷേ റിച്ചാർഡ് അപ്പോഴത്തേക്കും ആ കത്തി എങ്ങനെയൊക്കെ പിടിച്ച് വെക്കുന്നുണ്ട്. പക്ഷേ കാർ കൺട്രോൾ ഇല്ലാതെ പോയിട്ട് വലിയൊരു മരമുണ്ട്, ആ മരത്തുമ്മ പോയിട്ട് ഇടിക്കുന്നുണ്ട്. ഇടിച്ചിട്ടും നമ്മുടെ റിച്ചാർഡ് പിടിവിടുന്നില്ല, ഇവളെ തല എടുത്തിട്ട് അവിടെ എല്ലാം കുത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹീറോയിൻ എന്താ ചോദിച്ചെങ്കിൽ ആ സീറ്റ് ബെൽറ്റ് എടുത്തിട്ട് അവൻ്റെ കഴുത്തിൽ ഞെരുക്കി വലിച്ച് കൊല്ലാൻ നോക്കും. പക്ഷേ ഇവൻ ആ സീറ്റ് താഴ്ത്തും, അതായത് ആ സീറ്റ് താഴ്ത്തുമ്പോൾ അവനിവിടുന്ന് രക്ഷപ്പെടാമല്ലോ, താഴ്ത്തി രക്ഷപ്പെടാൻ നോക്കും. എന്നിട്ട് അവരവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നിട്ട് എന്നിട്ട് നമ്മുടെ റിച്ചാർഡാണെങ്കിൽ അപ്പുറത്തെ സൈഡിലോട്ടും വീഴും, ഇവളാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലോട്ടും വീഴും. അതിനുശേഷം ഇവൾ ആ ബോട്ട് എടുത്തിട്ട് പോക്കറ്റിലിട്ടിട്ട് ഇവളുടെ കയ്യിലൊരു കത്തി ഉണ്ടല്ലോ ആ കത്തി അവൻ്റെ മേലെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആരിൽ നിന്ന് രക്ഷിക്കാൻ വരണേ എന്നല്ല അവളിങ്ങനെ ഓളെടുത്ത് പറയും. എന്നിട്ട് ഇവൻ പറയും നീ വെറുതെ നിൻ്റെ എനർജി വേസ്റ്റ് ചെയ്യണ്ട, ഇവിടോട്ട് ആരും വരില്ല എന്നിങ്ങനെ ഇവൻ ഇവളോട് ഇങ്ങനെ പറയും. പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും ഇപ്പോഴും നമ്മുടെ ഹീറോയിന് ആ കത്തി മേടിച്ചിട്ട് ഇങ്ങനെ അവൻ്റെ മേത്തോട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഇത് റിച്ചാർഡ് പറയുന്നുണ്ട് നിന്നെ ഞാൻ എല്ലാം ശ്രദ്ധിച്ചു, പക്ഷെ ആ കത്തി മാത്രം ശ്രദ്ധിച്ചില്ല, നീ എന്തായാലും ഒരു കാര്യം ചെയ്തേക്ക് ആ കത്തി എനിക്ക് അങ്ങ് തന്നേക്ക് എന്നിങ്ങനെ പറയും. അപ്പോൾ ഇവളാണെങ്കിലും പറയും ഇല്ല തരില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇവൻ പറയും നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, കാരണം ഞാൻ ചെയ്യാനുള്ള എല്ലാം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ ഇവളാണെങ്കിൽ പറയും നീ എന്താ എന്നെ ചെയ്തേ എന്നിങ്ങനെ പറയും. അപ്പോൾ ഇവൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഇഞ്ചക്ഷൻ പോലത്തെ സംഭവം എടുക്കും. എന്നിട്ട് അവൻ ഇങ്ങനെ പറയും എന്താ പറയുക ഞാൻ ഓൾറെഡി ഇതിൽ ഒരുപാട് മെഡിസിൻസ് എന്താ പറയുക മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിൻ്റെ മേലെ ഞാൻ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഇവളാണെങ്കിൽ പറയും മെഡിസിനോ അതെന്നെ കൊല്ലാനുള്ള മെഡിസിനാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ പറയും നിന്നെ ഞാൻ അത്ര പെട്ടെന്നൊന്നും കൊല്ലത്തില്ല, മെല്ലെ മെല്ലെ കൊല്ലത്തുള്ളൂ, ഇതെന്ന് പറഞ്ഞു വെച്ചെങ്കിൽ നിൻ്റെ ബോഡി വീക്കാക്കാനുള്ളതാണ്, ആദ്യം നിന്നെ അടുത്ത 20 മിനിറ്റിൽ തന്നെ നിൻ്റെ കൈയും കാര്യങ്ങളെല്ലാം കുഴഞ്ഞു തുടങ്ങും, നിനക്ക് അനങ്ങാൻ പറ്റാതാവും, അതായത് നിൻ്റെ കൈവിരലുകൾ അനങ്ങാണ്ടാവും, പിന്നെ നിൻ്റെ കൈ അനങ്ങാണ്ടാവും, പിന്നെ നിൻ്റെ കാലുകൾ അനങ്ങാണ്ടാവും, പിന്നെ നിനക്ക് മൊത്തത്തിൽ അനങ്ങാണ്ടാവും, നിൻ്റെ കണ്ണ് മാത്രമേ അനങ്ങത്തുള്ളൂ എന്നെല്ലാം ഇങ്ങനെ പറയും. എന്തായാലും ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ എന്തായാലും നീ തന്നെ ഇവിടെ വീഴും എന്നെല്ലാം ഇവന് പറയും. പക്ഷെ നമ്മുടെ ഹീറോയിൻ ഇതൊന്നും വിശ്വസിക്കാതെ ആ കാട്ടിലോട്ട് ഓടി പോവുകയാണ്. പക്ഷെ നമ്മുടെ റിച്ചാർഡ് നല്ല കൂളായിട്ട് ബാക്കിൽ ഇങ്ങനെ നടന്നു വരികയാണ്.
അങ്ങനെ നമ്മൾ ഓടുന്ന വഴിക്ക് ഇവളുടെ കയ്യിൽ നിന്ന് ആ കത്തിയെല്ലാം വീണ് പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ വീണ്ടും അവൾ ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിച്ചാർഡാണ് നല്ല കൂളായിട്ട് ബാക്കിൽ നടന്നു വരുന്നുണ്ട്. എന്നിട്ട് അവന് പറയുന്നുണ്ട്, ഏയ് നിൻ്റെ എനർജി വെറുതെ വേസ്റ്റ് ചെയ്യരുത്. ഇങ്ങനെ പെട്ടെന്ന് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മരുന്ന് പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കും, ബോഡിയിലോട്ട് ഇറങ്ങുമെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ ഇവളിങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് റിച്ചാർഡ് ബാക്കിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇവളാണെങ്കിൽ ക്ഷീണിച്ച് നിൽക്കുകയാണ്. അപ്പോൾ റിച്ചാർഡ് പറയുന്നുണ്ട്, ആ മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങിയോ, നിൻ്റെ കൈകൾ വിരലുള്ളപ്പോൾ എനക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ എന്നിങ്ങനെ പറയും. അപ്പോൾ ഇപ്പോൾ പണ്ട് അവളുടെ മകനിങ്ങനെ 1 2 3 എണ്ണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈകൾ കൊണ്ട് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അവളിങ്ങനെ എണ്ണി നോക്കും. അപ്പോൾ കൈകൾ ഇങ്ങനെ ഇണങ്ങുന്നുണ്ട്. അപ്പോൾ റിച്ചാർഡായാലും പറയും, ആ ഇണങ്ങുന്നുണ്ടല്ലേ, അപ്പോൾ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല, ഒരു 2 മിനിറ്റ് കൂടി കഴിയട്ടെ, എന്തായാലും തുടങ്ങും എന്ന് പറയും. അതൊന്നും കേൾക്കാത്ത ഇവൾ വീണ്ടും ഓടി ഓടി ഒരു പാറക്കാലിൻ്റെ ബാക്കിലോട്ട് പോയിട്ടുണ്ട്, അവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവളവിടെ അങ്ങനെ ഇരുന്നിട്ട് എന്താ പറയുക, നേരത്തെ സൈക്കോ പറഞ്ഞല്ലോ കൈകൾ വിരലുകൾ ഇണങ്ങുന്നില്ല എന്ന്. അപ്പോൾ ആൾ ഒന്നും കൂടി ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ അവസാനത്തെ വിരലായപ്പോൾ അത് ഇണങ്ങുന്നില്ല. അപ്പോൾ അവൾക്ക് മനസ്സിലായി തുടങ്ങി ആ മരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം. കാരണം ആ സൈക്കോ പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ പെട്ടെന്ന് ഓടിക്കഴിഞ്ഞാൽ ആ മരുന്ന് പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കും എന്നുള്ള കാര്യം. അങ്ങനെ അവൾ 20 മിനിറ്റ് എന്താ പറയുക അവളെ വാച്ചിൽ സെറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് എങ്ങനെയും ആ സമയത്തിനുള്ളിൽ രക്ഷപ്പെടണം എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ അവൾ അവിടുന്ന് ഓടിപ്പോവാണ്. പക്ഷേ അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ കാലുകളും ഇപ്പോൾ ചലിക്കാൻ ശ്രമിക്കുന്നില്ല. ഒറ്റക്കാലിൽ ഇപ്പോൾ അവൾ പൂർണ്ണമായിട്ടും എന്താ പറയുക അവൾക്ക് ചലിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവളിങ്ങനെ കൈ കൊണ്ട് പിടിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നു. കാരണം എങ്ങനെയും അവൾക്കിപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി. പക്ഷേ നമ്മുടെ സൈക്കാണെങ്കിലോ മെല്ലെ പതുക്കെ അങ്ങനെ ബാക്കിലൂടെ ഇവളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. കാരണം അവനറിയാം ഇവൾക്ക് എന്തായാലും അധികം ദൂരം പോകാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം. അങ്ങനെ ഇവളിപ്പോൾ ഒരു അരുവിയൊക്കെ കടന്നു ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇവനിങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, പേരൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇവളാണെങ്കിൽ അവൻ നിൽക്കുന്ന മരത്തിൻ്റെ ഒരു അടിഭാഗത്ത് ഒളിച്ച് നിൽക്കുകയാണ്. അതായത് ഇങ്ങനെ ഒളിച്ച് കിടക്കുകയാണ്. എന്നിട്ട് ഇവളിങ്ങനെ അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ആ ഒളിച്ച് കളി തുടങ്ങിയില്ലേ, പക്ഷെ നിങ്ങൾക്ക് എത്ര നേരം പിടിച്ച് നിൽക്കാൻ പറ്റും, എന്തായാലും നീ പുറത്തേക്ക് പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് ഒരു പ്രശ്നം. ഇവളുടെ മുഖത്തേക്ക് അപ്പോഴേക്കും അവിടുത്തെ കുറേ ഉറുമ്പുകളെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഇവളുടെ മുഖത്ത് കയറി കടിക്കുന്നുണ്ട്. പക്ഷേ ഇവൾ ശബ്ദിക്കാതെ ഒക്കെ സഹിച്ച് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇവൾക്ക് സഹിക്കാൻ പറ്റാതെ അവളെന്ത് ചെയ്യുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ലെടുത്തിട്ട് അപ്പുറത്തേക്ക് ഇടുന്നു. അപ്പോഴത്തേക്കും അവളുടെ കാലിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചലനവും നിന്നിരിക്കുന്നു. അപ്പോൾ സൈക്കോ ആ സ്ഥലത്ത് ശബ്ദം കേട്ട സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേക്കും ഇവൾ കാലിൻ്റെ പൂർണ്ണമായിട്ട് പോയതുകൊണ്ട് തന്നെ കൈ കൊണ്ട് എഴഞ്ഞെഴഞ്ഞ് അവളുടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതിലോട്ട് പോയി ചാടി വീഴും. അപ്പോൾ തന്നെ സൈക്കോ ഈ ഒച്ച കേട്ടിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞതല്ല നിൻ്റെ ചലനം മൊത്തം നിൽക്കും, അപ്പം നീ മരിച്ചു പോകും, നിനക്ക് ബോഡി അനക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാതെ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഒരു മരത്തമ്മ പിടിക്കുന്നുണ്ട്. ആ മരത്തമ്മക്ക് ഇടിച്ച് അവൾ കയറി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും അവളുടെ ബോഡി ഇപ്പോൾ ഫുള്ള് വീക്കായി തുടങ്ങുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ അവൾക്ക് ആകെ അവളുടെ കണ്ണുകൾ മാത്രമേ നിൽക്കാൻ പറ്റുന്നുള്ളൂ, ബോഡി ഫുള്ള് ചലനം നിന്നിരിക്കുന്നു. അപ്പോഴത്തേക്കും ഒരാളിങ്ങനെ നടന്നു വരുന്നുണ്ട്. അത് നമ്മൾ സൈക്കോ ആണെന്ന് ഇങ്ങനെ കരുതും. പക്ഷെ അത് സൈക്കോ ആരൊന്നുമല്ല, ഒരു അപ്പൂപ്പനാണ്. അവിടെ ഒരു വീടുണ്ട്, അവിടുത്തെ അപ്പൂപ്പനാണ്. അത് വന്നിട്ട് ഇങ്ങനെ നോക്കും ഇവളെങ്ങനെ നോക്കിയിട്ട് എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ പറയുക, ഇവളെ നോക്കുമ്പോൾ പൾസ് ഉണ്ടോ നോക്കുമ്പോൾ ജീവനുണ്ട് എന്നുള്ള കാര്യം ഈ അപ്പൂപ്പൻ മനസ്സിലാവും. അപ്പോൾ ഇവളങ്ങനെ തിരിച്ച് കിടത്താൻ പോകാൻ വേണ്ടിയിട്ട് തിരിച്ച് കിടത്തിയിട്ട് ഞാൻ പറയുന്നത് കേൾക്കാനുണ്ടോ ചോദിക്കുമ്പോൾ ഇവൾ ഒരു തവണ കണ്ണടച്ച് കാണിക്കും. അപ്പോൾ അപ്പൂപ്പന് മനസ്സിലാവും അവൾ എന്താ പറയുക കണ്ണ് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ ഈ അപ്പൂപ്പൻ്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏതെങ്കിലും വിഷച്ചെടികൾ എന്തെങ്കിലും കടിച്ചിട്ട് ഇവൾക്ക് ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയതാണ്. അപ്പോൾ ഞാൻ ചോദിക്കും, എന്താ പറയുക, നിങ്ങൾക്ക് കണ്ണ് കാണാൻ കഴിയും, കേൾക്കാനും കഴിയും, പക്ഷേ നിങ്ങൾക്ക് ബോഡി അനക്കാൻ കഴിയില്ല അല്ലേ എന്ന് പറയുമ്പോൾ ഇവളും ഒരു വട്ടം കണ്ണടച്ച് കാണിക്കും. അപ്പോൾ അപ്പൂപ്പനെല്ലാം കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ബോഡിയിൽ എന്തെങ്കിലും മുറിവുകളുണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും. അപ്പോൾ ഈ അപ്പൂപ്പൻ പറയും, ഞാൻ എന്തായാലും നിന്നെ അവിടെ ഒറ്റയ്ക്കാക്കി പോകുന്നില്ല, നിന്നെന്തായാലും ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് എന്താ പറയുക പോലീസിനെ അറിയിക്കുകയാണ്, അപ്പോൾ അവർ വന്ന് കൊണ്ടുപോയിക്കോളും എന്ന് വെച്ചിട്ട് എന്താ പറയുക ഈ അപ്പൂപ്പൻ വീട്ടിലോട്ട് പോയിട്ട് എന്താ പറയുക ഒരു ഇതുണ്ട് നമ്മുടെ അർബാനൊക്കെ പോലത്തെ സംഭവമല്ലേ, അങ്ങനെ ഒരു സംഭവം എടുത്തു കൊടുത്തിട്ട് ഇവളെ അതിലോട്ട് ഇട്ടിട്ട് എന്താ പറയുക വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനാണ് അപ്പൂപ്പന്. അപ്പോൾ അതിലോട്ട് ഇട്ടിട്ട് എന്താ പറയുക വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ് ഈ അപ്പൂപ്പൻ. അങ്ങനെ ഇവളെ കൊടുന്നിട്ട് നമ്മുടെ അപ്പൂപ്പൻ്റെ വീട്ടിലോട്ട് ആക്കിയിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഡോറിൽ ആരോ വന്ന് മുട്ടും. അപ്പോൾ ഇവൾക്ക് മനസ്സിലാവും അത് എന്തായാലും ആ സൈക്കോ തന്നെ ആയിരിക്കുമെന്ന്. അപ്പോൾ ഇവൾ കുറേ വട്ടം കണ്ണടച്ച് കാണിക്കും, അത് ഡേഞ്ചറാണ്, അപകടമാണെന്നിങ്ങനെ കണ്ണടച്ച് കാണിക്കും. അത് അപ്പൂപ്പന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അത് ശരി, അപ്പോൾ എന്തായാലും ആരാണ് നോക്കാന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ വേറെ ആരില്ല, നമ്മുടെ സൈക്കോ തന്നെയാണ്. അവൻ വന്നിട്ട് അവൻ്റെ പെർഫോമൻസ് തുടങ്ങി, ഭയങ്കര പെർഫോമൻസ്. ഞാനും എൻ്റെ ഭാര്യയും വരുന്ന വഴിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, കാർ ഓടിച്ചപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി, എൻ്റെ ബോധം പോയി. ബോധം വന്നപ്പോൾ എൻ്റെ ഭാര്യനെ കണ്ടില്ല, നിങ്ങളാരെങ്കിലും കണ്ടിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ അപ്പൂപ്പൻ പറയും, നിൽക്ക് ഞാൻ എന്തായാലും ഫസ്റ്റ് എയ്ഡ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഈ അപ്പൂപ്പൻ എന്താ പറയുക വീടിൻ്റെ അകത്തോട്ട് പോവാണ്. പക്ഷെ അകത്തോട്ട് പോകുമ്പോൾ ഈ അപ്പൂപ്പൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ സൈക്കോയും കയറി വരികയാണ്.
കയറി വന്നിട്ട് അപ്പോൾ ഈ അപ്പൂപ്പൻ പറയുന്നുണ്ട്, "നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പുറത്ത് നിൽക്കാൻ" എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, "എനിക്ക് കഴിയുന്നില്ല" എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ട് അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ എല്ലാം നോക്കുന്നുണ്ട്. ആ ട്രോളിയിലെല്ലാം നോക്കുമ്പോൾ അവളെ കാണാനില്ല. അപ്പം അവൻ ആകെ ടെൻഷനായിട്ട് അവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇതുണ്ട്, സോഫയുണ്ട്, അവിടെ പോയിരിക്കും. അപ്പോൾ അപ്പൂപ്പൻ ചോദിക്കും, "നീ എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്?" എന്താ അപ്പോൾ ചോദിക്കും, പറയും, "ഒന്നുമില്ല, എനിക്ക് അറിയത്തില്ല ഞാൻ എങ്ങനെ ഇവിടെ വന്നതെന്നുള്ളത്, എനിക്ക് എൻ്റെ ഭാര്യയെ കിട്ടിയേ പറ്റത്തുള്ളൂ" എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ അപ്പൂപ്പനായാലും പറയും, അങ്ങനെയാണല്ലേ, എന്നാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അപ്പോൾ പോലീസ് വന്നാൽ എന്താ പറയുക, നീ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്താൽ മതി, അവർ ഇതിൻ്റെ ഭാര്യയെ കണ്ടുപിടിച്ച് തരുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പോലീസിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഈ റിച്ചാർഡാണെങ്കിൽ കിടന്ന് കരയാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ ചോദിക്കും, "നീ എന്തിനാ കിടന്ന് കരയുന്നതെന്ന്?" ചോദിക്കുമ്പോൾ പറയും, എന്താ പറയുക, "പോലീസ് വന്നു കഴിഞ്ഞാൽ അവളെ എൻ്റെ നിന്ന് എടുത്ത് കൊണ്ടുപോകും" എന്നിങ്ങനെ പറയും. അപ്പോൾ അപ്പൂപ്പൻ പറയും, "ഓ അങ്ങനെയാണല്ലേ, അതെന്താ അങ്ങനെ, അതിരിക്കട്ടെ, നിൻ്റെ പേരെന്താന്ന്?" ചോദിക്കും. അപ്പോൾ നമ്മുടെ ഇവൻ പറയും, എന്താ പറയുക, മറ്റവരോട് ഈ റിച്ചാർഡ് എന്നാണ് പറയുന്നത്, പക്ഷേ ഈ അപ്പൂപ്പനോട് ഇവൻ പറയും, "എൻ്റെ പേര് ആൻഡ്രോ" എന്നാണെന്ന് പറയും. അപ്പോൾ ഈ അപ്പൂപ്പനായാലും പറയും, "നിന്നെ കണ്ടിട്ട് നല്ല പാവമായിട്ട് തോന്നുന്നുണ്ട്, നീ സത്യം പറ, എന്താ പറയുക, നിൻ്റെ പോലീസുകാർ എന്തിനാണ് നിന്നിൽ നിന്ന് അവളെ അകറ്റി കൊണ്ടുപോകുന്നതെന്ന് സത്യം പറയുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ പോലീസിനെ വിളിക്കാതിരിക്കാമെന്ന് ഈ അപ്പൂപ്പൻ ഇവനോട് പറയും. ഇത്രയും നേരം ഒരു കിടിലൻ ഒരു മികച്ച അഭിനയമായിരുന്നു കാഴ്ചവെച്ചത്, അതേപോലെ തന്നെ അവൻ തുടരുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മറിക്കുന്നുണ്ട്. അതായത് എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു പ്രാന്തുണ്ട്, അപ്പോൾ അതിപ്പോൾ ഈ അടുത്താണ് എന്താ പറയുക ഒരു ഫാമിലിയെല്ലാം അറിഞ്ഞത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇതുപോലെ ഇവളെ ഇവിടുന്ന് പോലീസുകാർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫാമിലി എന്തായാലും കേസ് കൊടുക്കും, ഞാൻ കാരനാണ് അവൾ പ്രാന്തായിരുന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഞാൻ പോലീസിനെ വിളിക്കേണ്ട പറഞ്ഞതെല്ലാം പറഞ്ഞിട്ട് തള്ളി മറിക്കുകയാണ് നമ്മൾ അപ്പൂപ്പൻ്റെ അടുത്ത്. അപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ ചോദിക്കും, "അതിരിക്കട്ടെ, നിൻ്റെ വൈഫിൻ്റെ നെയിം പറ" എന്ന് പറയുമ്പോൾ ഇവൻ എന്താ പറയുക, നമ്മുടെ ഹീറോയിൻ്റെ യഥാർത്ഥ പേര് പറയാതെ സോളി എന്ന് പറയും. അതായത് ഇവൻ്റെ മുന്നത്തെ ഗേൾ ഫ്രണ്ട് പറഞ്ഞില്ലേ, അതിൻ്റെ പേരാണ് അവൻ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് മേശയുടെ അടിയിലോട്ട് കാണിക്കുമ്പോഴാണ്, ആഹാ, ഇവിടെ ഒരു കിടിലൻ ട്വിസ്റ്റ്, വേറെ ഒന്നുമല്ല, ഇവൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് അവളും അവളെ കെടുത്തിയിട്ടുള്ളത്. അതായത് നമ്മുടെ അപ്പൂപ്പൻ അവളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇവൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ സൈക്കോ എന്താ പറയുക തള്ളി മറക്കൽ വിട്ടിട്ടില്ല. ഇപ്പോഴും അവൻ അങ്ങനെ പറയുന്നത്, "സാർ, എനിക്ക് ആകെ പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യനെ ഡ്രൈവ് ചെയ്യാൻ വിട്ടതാണ്, അതുകൊണ്ടാണ് ഈ ആക്സിഡൻ്റ് ആയത്, ആൾക്ക് ഭ്രാന്ത് കൂടിക്കഴിഞ്ഞാൽ കാരനോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം വരും" എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ ചോദിക്കും, "അതെന്താ അസുഖമാണെന്ന്?" ചോദിക്കുമ്പോൾ ഇവൻ പറയും, "മറ്റൊന്നുമല്ല, അവൾക്ക് എന്താ പറയുക കൈകളും കാലുകളും ഒന്നും അനക്കാൻ പറ്റത്തില്ല, ആകെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് കണ്ണ് കാണാൻ കഴിയും, അതുപോലെ തന്നെ കേൾക്കാനും കഴിയും" എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ അപ്പൂപ്പൻ വിശ്വസിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഞാൻ നമ്മുടെ സൈക്കോ അപ്പൂപ്പനോട് ചോദിക്കുന്നത്, "നിങ്ങളെ കണ്ടാലും എന്തോ നഷ്ടപ്പെട്ട പോലെയുണ്ട്, ജീവിതത്തിൽ എന്തോ നഷ്ടപ്പെട്ട പോലെ തോന്നുന്നുണ്ടെന്നൊക്കെ എല്ലാം പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ കൺവിൻസ് ആക്കിയില്ലേ, അതേപോലെ കൺവിൻസ് ആക്കാൻ നോക്കുകയാണ്. പക്ഷെ നമ്മുടെ അപ്പൂപ്പൻ വേറെ ആളാ തോന്നുന്നു. അപ്പൂപ്പൻ ഇതിലൊന്നും വീഴുന്നില്ല. അപ്പൂപ്പൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, "എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഇനി അഥവാ ഉണ്ടെങ്കിലും എനിക്ക് നിന്നോട് പറയാൻ താല്പര്യമില്ല" എന്ന് പറയും. അപ്പോൾ നമ്മളെ സൈക്കോ വിടുന്നില്ല. അവൻ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, "അതൊക്കെ ഇരിക്കട്ടെ, ഈ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്, ഭാര്യയും കുട്ടികളൊന്നും ഇല്ലേ?" പറയും. അപ്പോൾ നമ്മുടെ അപ്പൂപ്പനാണെങ്കിൽ വേറെ വഴിയില്ലാതെ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, കുറച്ച് കാലം മുമ്പ് മരിച്ചുപോയി, എനിക്കിപ്പോൾ അതിൽ നല്ല റിഗ്രറ്റ് ഉണ്ട്, കാരണം അവളുള്ളപ്പോൾ എനിക്ക് അവൾക്ക് സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നെല്ലാം ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പൂപ്പൻ നമ്മുടെ ഇവളോട് സൈക്കോനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, "നീ നിൻ്റെ ഭാര്യ തിരിച്ച് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ നോക്കുമോ?" എന്നെല്ലാം അങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എന്തോ അവൻ പറയുന്ന കഥകളൊക്കെ വിശ്വസിച്ച പോലെയാണ് അപ്പൂപ്പൻ ഇപ്പോൾ ചോദിച്ചത്. അങ്ങനെ അപ്പൂപ്പൻ മെല്ലെ മെല്ലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇവനോട് പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ഇവൻ്റെ ഫോൺ റിങ് ചെയ്യും. അപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ ചോദിക്കും, "നീയല്ല പറഞ്ഞത് ഇവിടെ വരുമ്പോൾ നിൻ്റെ ഫോൺ മിസ്സായി, നിൻ്റെ കയ്യിൽ ഫോണില്ലാന്ന്, പിന്നെ എങ്ങനെ ഫോൺ വന്നതെന്ന്?" ചോദിക്കും. അപ്പോൾ സൈക്കോയ്ക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല. അവനാകെ തപ്പി പിടിച്ച് പറയും, "അത് സാർ, അത് പെട്ടെന്ന് ടെൻഷനിൽ മറന്നു പോയതാണെന്നൊക്കെ പറയും." അപ്പോൾ തന്നെ നമ്മൾ അപ്പൂപ്പന് മനസ്സിലാവും ഇവൻ ഉഡായിപ്പാണെന്നുള്ള കാര്യം. അപ്പോൾ അപ്പൂപ്പൻ പറയും, "നീ അന്വേഷിച്ച് വന്ന പെണ്ണ് ഇവിടെ നിന്നില്ല, എന്തായാലും ഇവിടെ തന്നെ വരണം നിർബന്ധമൊന്നുമില്ലല്ലോ, നീ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കുമെന്ന് പറയും." അപ്പോൾ തന്നെ നമ്മുടെ സൈക്കോ ആണെങ്കിൽ നീച്ച് നിന്നിട്ട് പറയും, വില്യം, നിങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ തന്നെ അപ്പൂപ്പൻ ചോദിക്കും, എൻ്റെ പേരെങ്ങനെ നിനക്കറിയാം?" അപ്പോൾ ഞാൻ പറയും, "അതൊന്നുമില്ല, ഞാൻ മെയിൽ ബോക്സിൽ കണ്ടിട്ട് പറഞ്ഞതാണെന്ന്" പറയും. "എനിക്കറിയാം, മര്യാദയ്ക്ക് ആ പെണ്ണ് തന്നു, ആ പെണ്ണ് ഇവിടെ തന്നെ നിങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, മര്യാദയ്ക്ക് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ അതിനായിട്ട് പോകാം" എന്ന് ഇവൻ പറയും. നമ്മുടെ അപ്പൂപ്പനാണെങ്കിലും ആകെ പേടിക്കുന്നുണ്ട്. നമ്മളാണ് അപ്പൂപ്പൻ നമ്മുടെ സൈക്കോട് ഇങ്ങനെ പറയും, "ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നു, എനിക്കറിയത്തില്ല നീ ഇങ്ങോട്ട് വരും എന്നുള്ള കാര്യം, എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം നീയും ആ പെണ്ണും ഇവിടെ ഇരിക്കരുത്, അതുകൊണ്ട് ആ പെണ്ണ് എവിടെയെന്നുള്ള കാര്യം ഞാൻ പറയുകയാണെങ്കിൽ നീ ഇവിടുന്ന് അവളായിട്ട് പോകത്തില്ലേ" എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അവൻ പറയും, "അതൊക്കെ അത്ര തന്നെ ഉള്ളതെന്ന് പറയും." പക്ഷേ നമ്മളിങ്ങനെ വിചാരിക്കും, അപ്പൂപ്പൻ ഇപ്പോൾ ആ പെണ്ണ് എവിടെയെന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ട്വിസ്റ്റ്. നമ്മുടെ അപ്പൂപ്പൻ പറയും,
ആ പെണ്ണ് പുറത്തുള്ള ഒരു കാർ ഷെഡ് പോലത്തെ സംഭവമുണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മുടെ സൈക്കോ ആണെങ്കിൽ പറയും, എനിക്ക് താങ്കൾ അത്ര വിശ്വാസം പോരാ, ആ ഫോൺ അങ്ങോട്ട് കാട്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് അവൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ അപ്പൂപ്പൻ അവിടെ ഇരിക്കുന്ന ഒരു കബോർഡ് മൊത്തം എടുത്തിട്ട് ഇവൻ്റെ മേത്തേക്ക് ഇടും. എന്നിട്ട് അതിനെ അടിയോട്ടാക്കും. എന്നിട്ട് ആ ഫോൺ എടുക്കും. എന്നിട്ട് പറയും, നീ എന്താ വിചാരിച്ചത്, നിൻ്റെ ഈ നുണകളൊക്കെ കേട്ടിട്ട് ഞാൻ വിശ്വസിച്ച് അവളെ കാണിച്ചു തരുന്നതാണോ? ഒരിക്കലില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ പോലീസിനെ വിളിക്കുന്നുണ്ട്. പോലീസിനെ വിളിച്ചിട്ട് പറയും, എന്താ പറയുക, ഇങ്ങനെ ഒരാൾ അതിക്രമിച്ച് എൻ്റെ വീട്ടിലോട്ട് കയറിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം എന്ന് പറയും. അപ്പോൾ തന്നെ നമ്മുടെ സൈക്കോ ആണെങ്കിൽ നമ്മുടെ അപ്പൂപ്പൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും സൈക്കോ ഇവനെ നന്നായി അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ അപ്പൂപ്പൻ നല്ല ആരോഗ്യമുള്ള അപ്പൂപ്പനെ തോന്നുന്നു. തിരിച്ചും നല്ലത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ നമ്മുടെ അപ്പൂപ്പൻ ഇവനെ അടിച്ച് താഴെ ഇടുന്നുണ്ട്. താഴെ ഇട്ടതിന് ശേഷം പക്ഷെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ്റെ കയ്യിലാണെങ്കിൽ ഒരു കത്തിയുണ്ട്. ആ കത്തി എടുത്തിട്ട് നമ്മുടെ അപ്പൂപ്പൻ്റെ കാലിലോട്ട് കുത്തും. അപ്പോൾ അപ്പൂപ്പൻ അടിയിലോട്ട് വീഴുമ്പോൾ തന്നെ അപ്പൂപ്പൻ്റെ വയറ്റിലോട്ടുണ്ട് കുത്തും. അങ്ങനെ അവിടെ വെച്ച് തന്നെ അയാളെ നമ്മുടെ സൈക്കോ അവിടെ വെച്ച് കൊല്ലും. അങ്ങനെ അപ്പൂപ്പൻ നേരെ വന്ന് വീഴുന്നതാണെങ്കിലോ ഇവളുടെ മുന്നിലോട്ട്. അങ്ങനെ ഇവൾക്കാണെങ്കിലോ ഒരു കുറ്റബോധം, അതായത് ഇവൾക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പാവമായിട്ടുള്ള ഒരു അപ്പൂപ്പനും ഇവിടെ മരിച്ചു വീണിക്കുകയാണ്. പക്ഷേ ഇവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് കണ്ണ് മാത്രമാണ് എനക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ അപ്പൂപ്പൻ്റെ കോൾ ഇപ്പോഴും റണ്ണിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ പോലീസിനെ വിളിച്ച് പറയുന്നുണ്ട്, ഓക്കെ സാർ മനസ്സിലായി, ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് വരികയാണ് എന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് സൈക്കോ തെളിവുകളെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് പെട്രോളെല്ലാം എടുത്തിട്ട് അവിടെ എല്ലാം ഒഴിച്ച് കത്തിക്കാനാണ് പ്ലാൻ. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ആലോചിക്കുന്നത് അവളും അവിടെ മരിക്കുമല്ലോ എന്നുള്ള ആലോചന അവൾക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയും സൈക്കോനെ അറിയിക്കണം അവൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അവളുടെ ഒരു വിരൽ മാത്രം എനക്കാൻ കഴിയും. അപ്പോൾ അതിങ്ങനെ എനിക്ക് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിമിഷത്തിൽ നമ്മുടെ സൈക്കോ ആണെങ്കിലും അത് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ സൈക്കോ വിചാരിക്കും അവിടെ എല്ലാം പെട്രോൾ ഒഴിച്ചപ്പോൾ ആ പെട്രോൾ തുള്ളി വീഴുന്ന ഒരു ഒച്ചയുണ്ട്, അതിനോടുള്ള സിമിലറായിട്ടുള്ള ഒച്ച തന്നെയാണ് അവൾ ഉണ്ടാക്കുന്നതും. അതുകൊണ്ട് തന്നെ അതായിരിക്കുമെന്ന് കരുതിയിട്ട് അതൊന്ന് മൈൻഡ് ആക്കാണ്ട് നമ്മുടെ സൈക്കോ നമ്മുടെ കാറും എടുത്തിട്ട് പോകാൻ നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ ഹീറോയിനെ എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ അവൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു കർട്ടൻ്റെ വള്ളിയുണ്ട്. അപ്പോൾ അവളെ ഇങ്ങനെയൊക്കെ എത്തിപ്പിടിച്ച് ആ കർട്ടൻ്റെ വള്ളി അടയ്ക്കും തുറക്കും അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സൈക്കോയും കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൈക്കോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അതിനകത്ത് അവളുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ സൈക്കോ അപ്പം തന്നെ ഉള്ളിലോട്ട് പോയിട്ട് അവളെയും പൊക്കി എടുത്തിട്ട് കാറിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. കാറിലോട്ട് കൊണ്ടുവന്നിട്ട് എന്താ പറയുക, സീറ്റ് ബെൽറ്റ് എല്ലാം എടുത്തിട്ട് ഇട്ടിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, വളരെ സിമ്പിളായി തീരുന്ന ഒരു കാര്യമായിരുന്നു, ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ആണിനെ കൊന്നിട്ടില്ല, അതും നീ കാരണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക സൈക്കോ കാറും എടുത്തിട്ട് ഇവിടുന്ന് പോവാണ്. അങ്ങനെ ഇവരിങ്ങനെ കാറിൽ പോയി കൊണ്ടിരിക്കുമ്പോൾ അവൻ എന്താ പറയുക ഒരു ഫോൺ കോൾ ഇങ്ങനെ വരുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ അവൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇങ്ങനെ പിച്ചി നോക്കുന്നുണ്ട്. കാരണം ആ മരുന്ന് ഇപ്പോഴും വർക്കിംഗ് ആണോ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിച്ചി നോക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വേദന ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഉള്ള ആ മരുന്ന് ഇപ്പോഴും പ്രവർത്തിക്കുന്നില്ല കാര്യം നമ്മുടെ സൈക്കോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആ കോൾ എടുക്കുമ്പോൾ ഇവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ശരിക്കും നമ്മുടെ ഈ സൈക്കോയ്ക്ക് ഒരു നല്ലൊരു ഫാമിലി തന്നെ ഉണ്ട്. അതായത് ഒരു ഭാര്യ, ഒരു പെൺകുട്ടി, ഇതെല്ലാം ഉണ്ട്. എന്നിട്ടാണ് ഇവൻ ഈ സൈക്കോ തരം കാണിച്ച് ഇരിക്കുന്നത്. അപ്പോൾ അവനിപ്പോൾ വിളിച്ചിരിക്കുന്നത് അവൻ്റെ മകളാണ്. അവനെ വിളിച്ചിട്ട് പറയും, അച്ഛാ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, എന്നെ എന്താ പറയുക എല്ലാ വിഷയത്തിലും പാസ്സായി എന്നെല്ലാം പറയും. അപ്പോൾ നമ്മുടെ ഇവനാണെങ്കിലും നല്ല രീതിയിൽ അഭിനന്ദിക്കുന്നത് നല്ല ഇഷ്ടമാണ് തോന്നുന്നു. മകളെ നല്ല രീതിയിൽ അഭിനന്ദിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഇവൻ പറയും, അത് കുറച്ച് ജോലി തിരക്കാണ് മോളെ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ മകൾ പറയുന്നുണ്ട്, ഞാൻ അച്ഛന് വേണ്ടിയിട്ടുള്ള നല്ല ഭക്ഷണമെല്ലാം അമ്മ വഴി വെച്ചിട്ടുണ്ട്, ഇന്ന് വരത്തില്ല എന്ന് ചോദിക്കുമ്പോൾ പറയും, മോളെ ഇന്ന് വരാൻ പറ്റത്തില്ല, സൺഡേ എന്തായാലും വരാം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആ മകൾ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല അച്ഛാ, ഞങ്ങളെന്തായാലും എന്താ പറയുക നമ്മുടെ കാട്ടിനകത്തുള്ള ഒരു ക്യാബിനില്ലേ അവിടോട്ട് വരുന്നുണ്ട്, അവിടെ വന്നിട്ട് ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവൻ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ, അതൊന്നും ചെയ്യണ്ട എന്നെല്ലാം പറയുന്നുണ്ട്. കാരണം ഇവൻ പ്ലാൻ ചെയ്ത പ്രകാരം അവിടെ വെച്ചിട്ടാണല്ലോ ഇവളെ കൊല്ലാനുള്ള പ്ലാൻ ഇട്ടിരുന്നത്. അപ്പോൾ അവൻ്റെ ഫാമിലി ആ വീട്ടിലോട്ട് വന്ന് അവൻ്റെ കാടിൻ്റെ അടുത്തുള്ള ഒരു ഗസ്റ്റ് റൂം ഉണ്ട്, ഒരു ഇതുണ്ട് പറഞ്ഞില്ലേ ഒരു അതിലോട്ട് വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ട് അവൻ പല രീതിയിലും പറഞ്ഞു നോക്കുന്നുണ്ട്, എന്താ പറയുക ഇങ്ങോട്ടൊന്നും വരണ്ട എന്നെല്ലാം പറയുന്നുണ്ട്. ഇക്കോ എന്താ പറയുക അവൻ്റെ ഭാര്യയ്ക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ഇങ്ങോട്ട് വരണ്ട, നമുക്ക് എന്തായാലും അടുത്തൊരു ദിവസം തന്നെ ഞാൻ നിങ്ങളോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൻ്റെ ഭാര്യ ഒരിക്കലും സമ്മതിക്കുന്നില്ല. ഞങ്ങൾ എന്തായാലും ഉറപ്പിച്ച് കഴിഞ്ഞു എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇവന് വേറെ വഴിയില്ലാതെ ഇങ്ങനെ എന്താ പറയുക നല്ല ദേഷ്യം വന്നിട്ട് ഇവൻ വണ്ടിയുടെ സ്പീഡിൽ തന്നെ എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഫ്യൂവൽ കഴിയാനായിട്ടുണ്ട്, പെട്രോൾ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്രോൾ സ്റ്റേഷനിലോട്ട് കയറ്റുന്നുണ്ട്. കയറ്റിയിട്ട് അവൻ എന്താ പറയുക പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇവളെ സീറ്റ് ബെൽറ്റെല്ലാം എടുത്ത് സംശയം തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൂപ്പൻ്റെ ഒരു തൊപ്പിയുണ്ട് അതിട്ട് കൊടുത്തിട്ട് അവളെ ഒരു നോർമലായിട്ടുള്ളൊരു ആളെ പോലെ ഇരുത്തിയിട്ട്
അവനങ്ങനെ നോക്കി. അങ്ങനെ അവനങ്ങനെ നോക്കുമ്പോൾ എന്താ പറയുക, ഫയർ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഇതിൽ പോകുന്നത്. കാരണം നേരത്തെ അപ്പൂപ്പൻ്റെ വീട് തീയിട്ടിട്ടാണല്ലോ വന്നത്. അപ്പോൾ അതിൻ്റെ ഫയർ എഞ്ചിനൊക്കെ മുന്നിൽ പോകുന്നുണ്ട്. ഈ ഗ്യാസ് സ്റ്റേഷനിലാണെങ്കിൽ ആ ഗ്യാസും ഇല്ല. അപ്പോൾ ഇവൻ പെട്ടെന്ന് ഒരു കടയിലോട്ട് ഇങ്ങനെ കയറുന്നുണ്ട്. അവിടെയുള്ള ആ കടയിലല്ലോ അതിലോട്ട് ഇങ്ങനെ കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ 2 പെണ്ണുങ്ങൾ ഇങ്ങനെ സെൽഫി എടുക്കുന്നു. ഒരാളാണെങ്കിൽ അവിടെ നിന്നിട്ട് എന്താ പറയുക ടയറിൽ കാറ്റടിക്കുന്നു. ഒരാളാണെങ്കിൽ അവിടെ എന്തൊക്കെ സംസാരിച്ച് നിൽക്കുന്നു ഫോണിൽ. അങ്ങനെ ഇവരെങ്ങനെയും ഇവളിവിടെ ഉണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിക്കുകയാണ്. അവളെ മാക്സിമം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും എന്താ പറയുക, ആ സെൽഫി എടുത്തുകൊണ്ടിരുന്ന ആ പെണ്ണുങ്ങളും പോയി, അതുപോലെ തന്നെ കാറ്റടിച്ചുകൊണ്ടിരുന്ന ആ അപ്പൂപ്പനും പോയി. അങ്ങനെ എന്താ പറയുക, അവൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ പറയുക, അവിടെ ഒരു കുറച്ച് ശരീരമൊക്കെ ഉള്ള ഒരാളിങ്ങനെ വന്നിട്ട് ഗ്യാസ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവളുടെ ലാസ്റ്റ് ചാൻസ് എന്ന് മനസ്സിലാക്കി അവളെ സർവ്വശക്തി എടുത്തിട്ട് തീരെ അനക്കാൻ പറ്റുന്നില്ല. എന്നാലും എങ്ങനെയൊക്കെ അനക്കിയിട്ട് ആ സീറ്റ് ബെൽറ്റ് അവിടെ നിന്ന് ഊരിയെടുക്കുന്നുണ്ട്. ഊരിയെടുത്തപ്പോഴത്തേക്കും അവളുടെ തല വന്നിട്ട് ആ വിൻഡോയിൽ വന്നിട്ട് ഇങ്ങനെ ചാഞ്ഞിരിക്കുമ്പോൾ ഒരു ചെറിയ പയ്യൻ വന്നിട്ട് ഇങ്ങനെ നോക്കും. അവളെ കാണുമ്പോൾ എന്താ പറയുക, അവൻ്റെ മകനെ പോലെ തന്നെ തോന്നുന്നുണ്ട്. എന്നാലും എങ്ങനെയാലും ഇവനോട് ഹെൽപ്പ് ചോദിക്കണം. അപ്പോൾ ഇങ്ങനെ ഹെൽപ്പ് എന്നിങ്ങനെ പറയാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ വായൊന്നും ഒട്ടും അനക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും ആ കുട്ടിയുടെ അമ്മ വന്നിട്ട്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്താ പറയുക, കാറിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സൈക്കോയും വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ സൈക്കോ ഇവരോട് ഇങ്ങനെ പറയാണ്, നീ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല, നീ പറ്റുകയാണെങ്കിൽ നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് അവളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ തന്നെ പറയാണ്. എന്നിട്ട് ഇവരെങ്ങോട്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ആക്സിഡൻറ്റ് നടന്ന ആ സ്ഥലം ഉണ്ടല്ലോ അവിടോട്ട് ഇങ്ങനെ വരികയാണ്. അവിടെ വന്നിട്ട് നമ്മുടെ അപ്പൂപ്പനെ കൊന്നുകൊണ്ട് തന്നെ അവൻ്റെ ഷർട്ടിലെല്ലാം രക്തമൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഷർട്ടെല്ലാം മാറ്റി, അതുപോലെ തന്നെ അവൻ പെണ്ണുങ്ങളെ കൊല്ലാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിറിഞ്ച്, ആ സംഭവങ്ങൾ അതെല്ലാം, ടൈസ് അതെല്ലാം എടുത്തിട്ട് കാറിൻ്റെ മുൻവശത്തേക്ക് വെച്ചിട്ട് എന്താ പറയുക, ആക്സിഡൻ്റ് ആയ കാറ് വലിച്ചു കൊണ്ടുപോകാനുള്ള രീതിയിൽ അവൻ എല്ലാ കാര്യങ്ങളും നോക്കുകയാണ്. അപ്പോഴത്തേക്കും ഒരു പോലീസ് വണ്ടി വരികയാണ്. അതായത് നേരത്തെ തന്നെ ഇവിടെ ഒരു കാർ ആക്സിഡൻ്റ് ആയെന്നുള്ള റിപ്പോർട്ട് അവർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പോലീസുകാരങ്ങനെ വരികയാണ്. പോലീസുകാരൻ വന്നിട്ട് നമ്മുടെ ഹീറോയിനോട് ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവളാണിങ്ങനെ ഹെൽപ്പ് വേണ്ടി പറയാൻ വേണ്ടി വരുന്നുണ്ടെങ്കിലും പക്ഷേ ഇവളെ കൊണ്ട് ഒട്ടും കഴിയുന്നില്ല. ഇവളുടെ വായ ഒരിക്കലും നനയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ സൈക്കോ എന്താ പറയുക അങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല സാർ എന്താ പ്രശ്നം എന്നങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോലീസുകാരനാണെങ്കിലും പറയും, അല്ല ഈ ട്രക്കിൻ്റെ ഓണർ വിളിച്ചിരുന്നു, എന്നിട്ട് പറഞ്ഞു എന്താ പറയുക ഇങ്ങനെ ഒരു സംഭവം നാളുണ്ട്, ഹെൽപ്പ് വേണം എന്നെല്ലാം പറയുന്നുണ്ട്. അല്ല ഈ ട്രക്ക് അങ്ങനെ നിൻ്റെ കയ്യിൽ വന്നിരുന്നു നമ്മുടെ പോലീസുകാരങ്ങനെ ചോദിക്കും. അപ്പോൾ ഇവനാണെങ്കിലും പറയും, അല്ല സാർ നിങ്ങൾക്ക് ആൾ തെറ്റിയതായിരിക്കും എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ പറയും, അല്ലല്ല ഈ ട്രക്കിൻ്റെ നമ്പർ എനിക്ക് നന്നായി അറിയാം, ഈ ട്രക്കിൻ്റെ ഓണറും എനിക്ക് നന്നായി അറിയാം. അതിരിക്കട്ടെ ആ വണ്ടിയിലൊരു പെണ്ണിരിക്കുന്നുണ്ടല്ലോ, ഇവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്നല്ല ഞാൻ അവളോട് പോയി ചോദിക്കട്ടെ എന്ന് പറയുമ്പം ഇവനാണെങ്കിൽ പറയും, സാർ അതൊരിക്കലും പറ്റത്തില്ല, കാരണം എൻ്റെ ഭാര്യ നല്ല രീതിയിൽ കുടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോലീസുകാരൻ പറയും, ഒരു പെണ്ണ് ഇങ്ങനെ കുടിക്കുമോ? അതെ സാർ, ഇവൾ നന്നായി കുടിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞതാണ് ഇത്രയൊന്നും കുടിക്കേണ്ടതുള്ളത്. അപ്പോൾ നമ്മളെ പോലീസുകാരൻ പറയും, അല്ല താങ്കൾ കുടിച്ചിട്ടുണ്ടോ ചോദിക്കുമ്പോൾ, ഇല്ല സാർ ഞാൻ കുടിച്ചിട്ട് എനിക്ക് എൻ്റെ മണം പോലും ഇഷ്ടമല്ല എന്നെല്ലാം അങ്ങനെ പറയും. അപ്പോൾ ഇയാളാണെങ്കിലും പറയും, അതൊക്കെ ഇരിക്കട്ടെ, നിൻ്റെ ലൈസൻസ് എടുക്കുമെന്ന് പറയുമ്പോൾ അവൻ ലൈസൻസ് കൊടുക്കും. നിൻ്റെ പേരെന്താ ചോദിക്കുമ്പോൾ അവൻ ആൻഡ്രൂ എന്നും പറയും. അല്ല അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവൻ്റെ ലൈസൻസ് കഴിഞ്ഞിട്ട് തന്നെ 6 മാസത്തിൻ്റെ മേലായി. അപ്പോൾ അതെന്താ ചോദിക്കുമ്പോൾ അവൻ പറയും, അത് വർക്കിംഗ് ടെൻഷൻ കാരനാണ്, ഞാൻ എന്തായാലും ഇവിടുന്ന് പോയിട്ട് അപ്പോൾ തന്നെ അത് അപ്ഡേറ്റ് ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ നമ്മുടെ പോലീസുകാരൻ ചോദിക്കും, അല്ല ഈ കാർ ആരോ ചോദിക്കും. അപ്പോൾ ഇവൻ പറയും, എൻ്റെ ഫ്രണ്ടിൻ്റെ ആണെന്ന് പറയും. അപ്പോൾ നമ്മൾ പോലീസുകാരനെല്ലാം പറയും, ഞാൻ എന്തായാലും നിൻ്റെ ഫ്രണ്ടിനെ എന്തായാലും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവൻ പറയും, അതിനെന്താ വിളിച്ച് ചോദിച്ചോളൂ എന്ന് പറയും. അപ്പോൾ നമ്മുടെ പോലീസുകാരൻ പറയും, എന്താണ് ശരിക്കും ഇവിടെ ഉണ്ടായത്, എങ്ങനെയാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായതെന്ന് പറയും. ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറയും. അതിനെന്താ ഞാൻ പറയാം, എൻ്റെ ഭാര്യ നല്ല രീതിയിൽ കുടിച്ചിട്ടാണ് എന്നോട് പറയാനാണ് വണ്ടി എടുത്ത് പോയിട്ട് ആക്സിഡൻ്റ് ആയത്. അപ്പോൾ അവളെടുക്കാനാണ് ഞാൻ എന്താ പറയുക എൻ്റെ ഫ്രണ്ടിൻ്റെ കാറായിട്ട് പെട്ടെന്ന് വന്നതാണെന്നെല്ലാം പറയും. അപ്പോൾ നമ്മുടെ പോലീസുകാരൻ പറയും, അല്ല നിനക്ക് എന്നെ കണ്ടിട്ട് മണ്ടനായിട്ട് തോന്നുന്നുണ്ടോ, കാരണം ഈ വണ്ടി ഇവിടെ വരുന്നതിന് മുന്നേ ഗ്യാസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്, അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയും, സാർ അതെന്ത് ചോദ്യമാണ്, കാരണം ഞാനിവിടെ ഗ്യാസ് സ്റ്റേഷനിൽ സ്റ്റോറിൽ കയറിയത് ഇവൾക്ക് ആസ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ടാണ് കയറിയതെന്ന് പറയും. അപ്പോൾ ഇവൻ നമ്മുടെ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് വീണ്ടും മണ്ടനായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്താ ഇവിടെ ആക്സിഡൻറ്റ് നടന്നിട്ട് പോലീസിനെ അറിയിക്കാഞ്ഞത്? അതുമാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, അവരെന്തെന്ന് അറിയിക്കാമെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയും, അതെൻ്റെ ഭാര്യനെ രക്ഷിക്കാനുള്ള തിരക്കിൽ ഞാൻ ഒക്കെ ചെയ്തില്ല, ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയും. അപ്പോഴാണ് നമ്മുടെ പോലീസുകാർ ഒന്നൊന്നര ചോദ്യം ചോദിക്കുന്നത്, നീ പറഞ്ഞല്ലോ നിൻ്റെ ഭാര്യയ്ക്കാണ് ആക്സിഡൻറ്റ് പറ്റിയെന്ന്, പിന്നെ എങ്ങനെ നിൻ്റെ തലയിൽ നിന്ന് ചോര വരുന്നതെന്ന് ചോദിക്കും.
ഇപ്പോൾ നമ്മുടെ സൈക്കോയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല, ആകെ തപ്പിപ്പടയും. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചോട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയിന് ചെറുതായിട്ട് ഇപ്പോൾ കൈയും കാലൊക്കെ അനക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവൾ മെല്ലെ ആ വിൻഡോ ഇങ്ങനെ താത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോലീസുകാരൻ വന്നിട്ട് ഹലോ മാഡം, എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ഇവിടെ നടന്നതെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ഇങ്ങനെ ഹെൽപ്പ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ ശബ്ദം പുറത്തോട്ട് വരുന്നില്ല. പക്ഷേ അവിടെ ലിപ്പ് ഇങ്ങനെ അനങ്ങുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയും, പോലീസുകാരൻ പറയും കുറച്ചും കൂടി ഉറക്കെ പറയും മാഡം എന്ന് പറഞ്ഞിട്ട് അടുത്തോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ സൈക്കോ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി വലിച്ചുകൊണ്ടാകുമ്പോൾ എടുക്കുക എന്നാൽ ടൂൾസ് എടുത്തിട്ട് ഇയാളെ അടിച്ച് തലയ്ക്ക് അടിച്ചടിച്ചടിച്ച് അപ്പം തന്നെ ആ പോലീസുകാരനെ വെച്ച് കൊല്ലുന്നുണ്ട്. എന്നിട്ട് എന്താ പറയുക, ആ ആക്സിഡൻ്റ് ആയ വണ്ടിയിലോട്ട് ഇട്ടിട്ട് എന്താ പറയുക, ആ പൂപ്പൻ്റെ വീട് കത്തിക്കാൻ ഉപയോഗിച്ച പെട്രോൾ വീണ്ടും ബാക്കിയുണ്ടായിരുന്നു, അതെടുത്ത് ഒഴിച്ചിട്ട് കത്തിച്ചിട്ട് അവൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കാറിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട്, കണ്ടോ നീ കാരണം ഞാൻ വീണ്ടും ഒരു രണ്ടാമതൊരു ആണിനെ കൊല്ലേണ്ടി വന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് ഇപ്പോൾ ചെറുതായിട്ട് ഇണങ്ങാനല്ല, നമ്മുടെ മെഡിസിൻ്റെ പവറെല്ലാം കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ അവൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ നമ്മുടെ സൈക്കോനെ കൊണ്ട് ചോദിക്കുന്നുണ്ട്, ഹേയ് നീ നിൻ്റെ ഗേൾ ഫ്രണ്ട് മരിച്ചതിന് ശേഷമാണോ ഇങ്ങനെ ആയത്, ഇങ്ങനെ പെണ്ണുങ്ങളെല്ലാം കടത്തിക്കൊണ്ടുപോകാൻ തുടങ്ങിയത്, ഞാൻ കൊല്ലാൻ തുടങ്ങിയതെല്ലാം നമുക്ക് ചോദിക്കുമ്പോൾ അവൻ പറയും, അല്ല എൻ്റെ ഗേൾ ഫ്രണ്ട് മരിച്ചതിന് ശേഷം ഞാൻ കുറച്ചും കൂടി ഓക്കെ ആയത്. പിന്നീടാണ് എനിക്ക് എന്താ പറയുക ഇതെല്ലാം നല്ല രസമായിട്ട് തോന്നിയത്. അതായത് ഇങ്ങനെ പെണ്ണുങ്ങളെല്ലാം കടത്തിക്കൊണ്ടുപോയിട്ട് കൊല്ലണ കാര്യമെല്ലാം എനിക്ക് നല്ല ക്രേസായി തോന്നിയത്. അങ്ങനെ എല്ലാ സീരിയൽ കില്ലർക്കും സൈക്കോ കില്ലർക്കും ഒരു കഥ ഉണ്ടാവുമല്ലോ, അങ്ങനെ ആവാനുള്ള ഒരു കഥ അതിവൻ ഇവളോട് ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിന് അവനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇതൊക്കെ ചെയ്യുന്നത്, നിനക്കൊരു കുടുംബമില്ലേ, നിനക്കൊരു ഭാര്യയില്ലേ, നിനക്കൊരു കുട്ടിയില്ലേ എന്നെല്ലാം ചോദിക്കും. അപ്പോൾ ഇവനാണെങ്കിൽ പറയും, എൻ്റെ കുട്ടീനെ പറ്റിയിട്ടൊന്നും നീ ഒന്നും പറയരുത്, എൻ്റെ മകളെ പറ്റിയൊന്നും പറയും. അപ്പോൾ ഇവളാണെന്നെ പറയും, കണ്ടോ എനിക്ക് നിൻ്റെ മകളെ പറഞ്ഞപ്പോൾ തന്നെ പൊള്ളി, അപ്പോൾ നീ അത്രത്തോളം അവരെ സ്നേഹിക്കുന്നുണ്ട്. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ എന്താ പറയുക ഒരു സൈക്കോ കില്ലറാണെന്ന് അവരറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിൻ്റെ അവസ്ഥ. നീ ഒരിക്കലും ഒരു മനുഷ്യനായിട്ട് പോലും കാണത്തില്ല, ഒരു മൃഗമായിട്ടേ കാണത്തുള്ളൂ. നിനക്ക് ഇനിയും ടൈമുണ്ട്. നീ ഇപ്പോൾ എന്നെ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ എനിക്ക് നിൻ്റെ പേരോ നിൻ്റെ വീടോ സ്ഥലമോ ഒന്നും അറിയത്തില്ല, ഞാൻ ആരോടും ഒന്നും പറയത്തില്ല, നിനക്ക് നിൻ്റെ വഴിക്ക് പുതിയ ജീവിതമായിട്ട് പോകാമെന്ന് പറയും. അപ്പോൾ ഇവരാണെങ്കിൽ പറയും, ഞാൻ മലയുടെ മുകളിൽ വെച്ച് നിൻ്റെ മനസ്സ് മാറ്റിയ പോലെ എൻ്റെ മനസ്സ് മാറ്റാൻ പറ്റുന്നതാണ്, ഒരിക്കലും പറ്റത്തില്ല, ഞാൻ എന്താണോ വിചാരിച്ചത് അത് തന്നെ ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൻ കാറും എടുത്ത് പോയിട്ട് എന്താ പറയുക ഒരു നദിയുടെ ഒരു തീരത്തോട്ട് വരികയാണ് അവൻ കാറായിട്ട്. അങ്ങനെ നമ്മളെ സൈക്കോ അവന് പറയുന്നുണ്ട്, ഇത്രയും ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, നീയായിട്ടാണ് ഇതൊക്കെ ചെയ്ത് വെച്ചതെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ഹീറോയിന് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു സിറിഞ്ചില്ലേ, ആ സിറിഞ്ച് എടുത്തിട്ട് ഇവനങ്ങോട്ട് കുത്താൻ വേണ്ടി നോക്കും. പക്ഷേ ഇവളെ തള്ള വിരലിങ്ങനെ അനങ്ങുന്നില്ല, കാരണം ആ മരുന്നിൻ്റെ പവർ ഇപ്പോഴും കുറച്ചുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ മനസ്സിലാവും. അപ്പോൾ ഇവൻ ആ സിറിഞ്ച് എടുത്തിട്ട് കുത്തി കളഞ്ഞിട്ട് പറയും, എന്താ പറയുക, ഇപ്പോൾ ആ മെഡിസിൻ്റെ പവർ നിൻ്റെ കയ്യിലുണ്ടല്ലേ, നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ നോക്കുന്നത് എന്നതിന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിന് ഇങ്ങനെ പറയും, ചോദിക്കും, നീ എന്തിനാ എന്നെ അവിടുന്ന് രക്ഷിക്കാൻ നോക്കിയത്, ആ മലയുടെ മേലെ നിന്ന് വീണിട്ട് ഞാൻ അവിടെ തന്നെ മരിക്കാമെന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ പറയും, എന്ത് ഞാൻ രക്ഷിക്കാൻ നോക്കിയതോ, ഞാൻ പറഞ്ഞല്ല നിനക്ക് തോന്നുകയും ചെയ്തോ എന്ന്, നീ ആയിട്ടാണ് ഇറങ്ങി വന്നത്, അതായത് ഇത് നിൻ്റെ വിധിയാണ്, കാരണം നീ ആയിട്ടാണ് എൻ്റെ ഒപ്പം നീ ഇറങ്ങി വന്നത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ഹീറോയിന് ഒരു കാര്യം മനസ്സിലാവുന്നത്, അതായത് ഇത്രയും നേരം അവൾക്ക് മരിക്കണമെന്നായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൾക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ്. അങ്ങനെ ഇവൻ വീണ്ടും ഇവളെ എന്താ പറയുക കൈയും കാലൊക്കെ കെട്ടി വെച്ച് വീണ്ടും ഒരു ബോട്ടിലോട്ട് കൊണ്ട് നിൽക്കുകയാണ്. ബോട്ടിലോട്ട് കൊണ്ടിരുത്തിയിട്ട് എന്താ പറയുക ആ നദിയുടെ നടുവിലോട്ട് വരുന്നുണ്ട്. അവിടെ ഒരു സിമൻറ്റ് കട്ട ഇരിക്കുന്നുണ്ട് ആ ബോട്ടിനുള്ളിൽ. അപ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, ഇവളെ എന്താ പറയുക ആ കട്ടയിൽ കെട്ടി വെച്ചിട്ട് ആ വെള്ളത്തിലോട്ടിട്ട് ജീവനോടെ കൊല്ലാനാണ് ഇവൻ്റെ പ്ലാൻ എന്നുള്ള കാര്യം. അപ്പോൾ ഇവൾക്ക് എങ്ങനെയാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവളിങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ പറയും, എൻ്റെ പോക്കറ്റിൽ എൻ്റെ ആ മകൻ്റെ കളിപ്പാട്ടുണ്ട്, അത് ലാസ്റ്റായിട്ട് എനിക്ക് ഒന്നുകൂടി കാണണം എന്ന് പറയുമ്പോൾ ഇവൻ പറയും, അതിനെന്താ എന്ന് പറഞ്ഞിട്ട് ഇവൻ വന്നിട്ട് കുനിയും. ഇവൻ എന്താ പറയുക അതെടുക്കാൻ വേണ്ടി കുനിയുമ്പത്തിലോട്ടും ഇവൻ്റെ ബാക്കിൽ ആ കത്തി ഉണ്ടായിരുന്നു. ആ കത്തി എടുത്തിട്ട് ഇവൻ്റെ കഴുത്തിലോട്ട് എടുത്ത് കുത്തും, അതായത് ഇവൻ്റെ വായിലോട്ടിനെ എടുത്ത് കുത്തും. അതായത് ഇവൻ ആ കാറിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആ കത്തി എടുത്ത് പോക്കറ്റിൽ വയ്ക്കുന്നത് ഇവൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അടുത്ത് കുത്തും. ഇവൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ തന്തപ്പിടി ഉണ്ടല്ലോ അപ്പൂപ്പനെ ഉണ്ടാകുന്ന ഗണ്ണ് എടുത്തിട്ട് ഇവളെ ഷൂട്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇവളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കും. അപ്പോൾ ഇവൾ ആ കൺട്രോൾ തെറ്റിയിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെടി വെച്ചിട്ട് ഇടിക്കും. എന്നിട്ട് ഇവൻ വീണ്ടും കയറി വരാൻ നോക്കുമ്പോൾ ഇവളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഗണ്ണ് എടുത്തിട്ട് ഇവനെ ഷൂട്ട് ചെയ്യും, ഇവൻ്റെ വയറ്റിലോട്ട് ഷൂട്ട് ചെയ്യും. പക്ഷേ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ നേരത്തെ വെടി വെച്ചില്ലേ, ആ വെടി വെച്ചതിൽ ആ ഓട്ടകൾ കൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്, വെള്ളം അപ്പം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവൾക്കാണെങ്കിൽ ഇണങ്ങാൻ പറ്റുന്നില്ല, കാരണം ആ മരുന്നിൻ്റെ പവർ മെല്ലെയാണ് കുറഞ്ഞു വരുന്നത്. ഇവളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഹീറോയിൻ മരിക്കുമെന്നിങ്ങനെ വിചാരിക്കും, പക്ഷെ മരിക്കത്തില്ല. കാരണം ഹീറോയിൻ മരിച്ചാൽ പിന്നെ സിനിമയില്ലല്ലോ, അതുകൊണ്ട് അവൾ മരിക്കത്തില്ല. അവൾ എങ്ങനെയൊക്കെ നീന്തി വന്നിട്ട് ആ കരയ്ക്കിലോട്ട് കയറും. അപ്പോഴാണ് നമ്മൾ അപ്പുറത്തോട്ട് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ
സൈക്കോ ഉണ്ടല്ലോ അവനും മരിച്ചിട്ടില്ല. അവനും അപ്പുറത്തെ കരയിൽ എങ്ങനെയൊക്കെ നീന്തി വന്ന് കിടന്നുണ്ട്. പക്ഷേ അവൻ്റെ ബോഡി ആകെ വീക്കാണ്. കാരണം അവന് നല്ല രീതിയിൽ തന്നെ വെടിയുണ്ട അവൻ്റെ വയറ്റിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അവൻ്റെ അടുത്തോട്ട് പോയിട്ട് പറയും, താങ്ക്സ് ടു മോനെ. കാരണം അവൾക്ക് ഇത്രയും നേരം എന്താ പറയുക എങ്ങനെയും മരിച്ചാൽ മതിയായിരുന്നത്. കാരണം ഒരു മരിക്കാൻ തീരുമാനിച്ചിട്ടാണല്ലോ ആ മലയുടെ മേലോട്ട് വന്നത്. അപ്പോൾ അവൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണല്ലോ അവൾക്കിപ്പോൾ ജീവിക്കാനാണ് ആഗ്രഹം. അതായത് അവൻ ഇത്രയും കാര്യങ്ങൾ അവളെ കൊണ്ട് കൺവീൻസ് ആക്കി അവളെ കൊണ്ട് അടിയിലോട്ട് ഇറക്കിച്ചു. ഇത്രയും കാര്യം ചെയ്തുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഇപ്പോൾ ജീവിക്കാനാണ് ആഗ്രഹം വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനോടൊരു താങ്ക്സും പറഞ്ഞിട്ട് അവൾ പോവുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഈ മൂവി ഇവിടെ കഴിയാണ്. എങ്ങനെയുണ്ട്? ഒരു കിഡിലെ മൂവി അല്ലേ? അപ്പോൾ ഇതിലേക്കും വേറെ ഒരു കിഡിലെ മൂവി നമ്മൾ ഇനി വരെ അതൊരു ബൈ ഗൈസ്.